സംസ്ഥാന പോലീസ് സേനയിൽ നിരവധി ഇടിയൻ പോലീസുകാരുണ്ട്. അതിലൊരാളാണ് CI PV രതീഷ്. പരാതി പറയാൻ സ്റ്റേഷനിൽ എത്തുന്നവരോട് പോലും ഒരൽപ്പം ദാക്ഷിണ്യം കാണിക്കില്ല. നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കും. ആ കേസ് ഒതുക്കാൻ പിന്നെ കൈക്കൂലിയും. പീച്ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ ജനമൈത്രിക്കാരുടെ തനി സ്വഭാവം പൊതുജനം മനസ്സിലാക്കിയത്. 2 വർഷം മുൻപുണ്ടായ സംഭവത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതിരുന്നവർക്ക് ഇനിയും ഈ ഇടിയൻ രതീഷിനെ സംരക്ഷിക്കാൻ കഴിയുമോ? നിലവിൽ കടവന്ത്ര സിയായ ഇയാൾക്ക് ദക്ഷിണമേഖല IG കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നടപടിയെടുക്കാതിരിക്കാൻ 15 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടലുണ്ടായിരിക്കുന്നത്. 2023 നടന്ന സംഭവത്തിൽ രതീഷിനെതിരെ അന്വേഷണം നടത്തിയത് അന്നത്തെ തൃശൂർ അഡീഷണൽ SP ശശിധരനായിരുന്നു. സംഭവത്തിൽ രതീഷ് കുറ്റക്കാരനാണ് എന്നായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്നാൽ രതീഷിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോഴേക്കും രതീഷ് കടവന്ത്ര CA മാറുകയും ചെയ്തു. രതീഷിന്റെ വിശദീകരണം ലഭിച്ചാൽ ഉടൻ തുടർ നടപടികളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കും. താൻ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് രതീഷ് നേരത്തെ അഡീഷണൽ SPക്ക് നൽകിയ വിശദീകരണം. എന്നാൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഈ വാദവും പൊളിഞ്ഞു. കേസ് ഒത്തുതീർപ്പാക്കാൻ ആദ്യഘട്ടത്തിലെ പരാതിക്കാരെ ഉപയോഗിച്ച് പണം വാങ്ങിയെന്നും ഹോട്ടലുടമ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പോലീസുകാർക്കായി പണം വാങ്ങിയ CCTV ദൃശ്യങ്ങളും ഹോട്ടലുടമ KP ഔസേപ്പ് പുറത്തുവിട്ടിരുന്നു. 2023 മെയ് 24 തൃശൂർ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ മാനേജരെയാണ് പീച്ചി SI ആയിരുന്ന PM രതീഷ് മർദ്ദിച്ചത്. കാരണം അന്വേഷിക്കാനെത്തിയ ഹോട്ടൽ ഉടമ KP ഔസേപ്പിനും മകനു നേരെയും ഭീഷണി ഉയർത്തുകയും ചെയ്തു. രതീഷിനെ പ്രാഥമികമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനാണ് നിർദ്ദേശമെന്നറിയുന്നു. ദക്ഷിണമേഖല IG പക്കലുള്ള നിലവിലെ റിപ്പോർട്ടിൽ നടപടിയെടുക്കാൻ DGPയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.